തോറ്റത് സതീശനും ജയിച്ചത് അൻവറുമാണെന്ന് തിരിച്ചറിഞ്ഞ കോൺഗ്രസ് നേതാക്കളും ലീഗ് നേതാക്കളും ധാരാളമാണ്. അതിൽ ചില ആളുകൾ ചില കാര്യങ്ങൾ പുറത്തു പറഞ്ഞു. ഞാൻ നേരത്തെ സണ്ണി ജോസഫിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ പുറത്തു പറഞ്ഞ നേതാവാണ് PK കുഞ്ഞാലിക്കുട്ടി, സാക്ഷാൽ രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതാണ്, ഞാൻ പല ആവർത്തി പറഞ്ഞു, ഞാൻ മാത്രമല്ല കുഞ്ഞാലിക്കുട്ടി സാഹിബും പറഞ്ഞു. എന്താണ്? അൻവറിനെ ഒപ്പം കൂട്ടണമെന്ന് ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. ഈ സൗണ്ട് ബൈറ്റ് ഒന്ന് കേട്ടു നോക്കൂ. കേട്ട് കഴിഞ്ഞല്ലോ. ചെന്നിത്തല പറഞ്ഞതാണല്ലോ ഇത്, ഞാൻ എടുത്തു പറയുന്നതല്ലല്ലോ. ഇനി എൻ്റെ വ്യാഖ്യാനമാണെന്ന് പറഞ്ഞ് എന്നെ ചീത്ത വിളിക്കില്ലല്ലോ. ചെന്നിത്തല കുഞ്ഞാലിക്കുട്ടിയെ കൂടി പേരെടുത്തു പറയുകയാണ്. കുഞ്ഞാലിക്കുട്ടിക്കും എനിക്കും താല്പര്യമായിരുന്നു അൻവറിനെ ഒപ്പം നിർത്തണമെന്ന്. ചില ആളുകളുടെ ഈ ഇടങ്കോലിട്ടത് കൊണ്ട് അത് ആർക്കെതിരെയുള്ള കുത്താണ്? VD സതീശൻ തന്നെയാണ്. VD സതീശൻ്റെ താല്പര്യങ്ങൾ, സ്ഥാപിത താല്പര്യങ്ങൾ വെച്ച് മാത്രമാണ് അൻവറിനെ മാറ്റി നിർത്തേണ്ടി വന്നത്. അൻവറിനെ ഒഴിവാക്കിയത് കൊണ്ട് മാത്രമാണ് ഈ ഭൂരിപക്ഷം കുറഞ്ഞു പോയത്. അല്ലെങ്കിൽ മഹാഭൂരിപക്ഷത്തിൽ UDF വിജയിച്ചതിനെ. പ്രത്യേകിച്ച് ഇതൊരു സെമി ഫൈനൽ മത്സരമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതിന് തൊട്ടു മുന്നേ നടന്ന ഉപതെരഞ്ഞെടുപ്പ്, ഇതുവരെ നടന്ന 4 ഉപതെരഞ്ഞെടുപ്പുകളിലും ബലാബലം പരീക്ഷിച്ചു. പക്ഷേ സീറ്റുകൾ മാറിയില്ല. ഇപ്പോൾ മാത്രമാണ് സീറ്റ് മാറുന്നത്. ഇടതുമുന്നണി സീറ്റിൽ വലതുമുന്നണി ജയിച്ചു കയറുന്നത്. മറ്റെല്ലായിടത്തും തൃക്കാക്കരയാകട്ടെ, പുതുപ്പള്ളിയാകട്ടെ, ചേലക്കരയാകട്ടെ, പാലക്കാടാകട്ടെ, അവരവരുടെ സീറ്റുകൾ അവരവർ നിലനിർത്തി എന്നല്ലാതെ മറ്റൊരു നേട്ടമോ കോട്ടമോ ഉണ്ടായിരുന്നില്ല. ഇവിടെയാണ് ഇടതുമുന്നണിയുടെ സീറ്റ് UDF പിടിച്ചെടുത്തത്. ഈ സീറ്റ് പിടിച്ചെടുത്തത് സെമി ഫൈനൽ വിജയമാണ്. ഇതിനേക്കാൾ തിളക്കമാർന്ന വിജയമാണ് ഇവിടെ പ്രതീക്ഷിക്കപ്പെട്ടത്. പക്ഷേ ആ വിജയത്തിന് തിളക്കം കുറഞ്ഞുപോയി. അതിന്റെ ഉത്തരവാദി VD സതീശൻ മാത്രമാണ്. VD സതീശനാണ് ഉത്തരവാദി. VD സതീശന്റെ PV അൻവറിനോടുള്ള ഇഷ്ടക്കേട്, PV അൻവറിനോടുള്ള വ്യക്തി വൈരാഗ്യം, അതൊന്നു മാത്രമാണ് പ്രശ്നം. അതിനിപ്പോ മറ്റാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല. VD സതീശൻ തന്നെയാണ് ഇതൊക്കെ വരുത്തി വെച്ചത്. അതുകൊണ്ട് ഇനിയെങ്കിലും അൻവറിനെ ഒപ്പം കൂട്ടുന്ന കാര്യം ചിന്തിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതിന് കുഞ്ഞാലിക്കുട്ടിയെ കൂടി കൂട്ടുപിടിക്കുന്നുണ്ട്. അവിടെയാണ് രമേശ് ചെന്നിത്തലയുടെ ബുദ്ധി കുറച്ചുകൂടി വലുതാണെന്ന് പറയുന്നത്. VD സതീശൻ സ്വന്തം സ്വാർത്ഥതയുടെ ഫലമായി പറയുമ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നു, ഘടകകക്ഷി നേതാക്കളിൽ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ ആവശ്യപ്പെട്ടതാണ് PV അൻവറിനെയും ഒപ്പം കൂട്ടണമെന്ന്. ചുരുക്കി പറഞ്ഞാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതോടുകൂടി ഇടതുമുന്നണി കുറെ കൂടി ഐക്യപ്പെട്ടു. ഇടതുമുന്നണി നേതാക്കൾ ഐക്യപ്പെട്ടു, CPM-ലെ നേതാക്കൾ ഐക്യപ്പെട്ടു. എന്നിട്ട് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് CPM സ്വരാജ് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകളും MA ബേബി ഉൾപ്പെടെയുള്ള ജനറൽ സെക്രട്ടറിമാരും അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷും ഒക്കെ പറയുന്നു. അവിടെ മറ്റ് കല്ലുകടിയില്ല. എല്ലാവരും ഒത്തൊരുമിച്ച് ഇതിനെ ഓവർകം ചെയ്യണം എന്ന് ചിന്തിക്കുന്നു. മൂന്നാമതും ഭരണം, തുടർ ഭരണം ലഭിക്കണം. അതിനുവേണ്ടി അതിൻ്റെ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യാനുള്ള വലിയ ഒരു അവസരമാണ് ഈ തോൽവി എന്ന് മനസ്സിലാക്കി അവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഈ വിജയത്തിൻ്റെ ആഹ്ലാദ പ്രകടനത്തിനിടെയും പരസ്പരം പഴിചാരാനും VD സതീശൻ എന്ന സ്വാർത്ഥമതിയും നിലപാടുകളില്ലാത്ത പ്രതിപക്ഷ നേതാവിൻ്റെ സ്വാർത്ഥത കൊണ്ടുകൊണ്ട് മാത്രമാണ് ഭൂരിപക്ഷം ഇത്രയധികം കുറഞ്ഞുപോയത്, തിളക്കം കെട്ട വിജയം ഷൗക്കത്ത് നേടേണ്ടി വന്നത് എന്ന വിമർശനം അകത്തളങ്ങളിൽ ഉയരുന്നു. ആലോചിച്ച് നോക്കുക, UDF-ന്റെ ഒരു ദൗർഭാഗ്യം. വിജയിച്ചിട്ടും വിജയം ചൊവ്വേ നേരെ ആഘോഷിക്കാൻ പറ്റാത്ത ദുരവസ്ഥ. ഇത് ചെന്നിത്തല ചൂണ്ടിക്കാണിക്കുകയാണ്. പിന്നെ പിണറായി രാജിവെക്കണം, അവർ രാജിവെക്കണം, ഇവർ രാജിവെക്കണം എന്നൊക്കെ ഏത് പൊട്ടക്കണ്ണന്മാരും ഇത്തരം സാഹചര്യത്തിൽ വിളിച്ചു പറയും. അത് ചെന്നിത്തലയും വിളിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇത് ഭരണത്തിൻ്റെ വിലയിരുത്തലൊന്നുമല്ല. ഇവിടെ പറഞ്ഞ രാഷ്ട്രീയം നിലമ്പൂരിലെ ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായില്ല. അതുകൊണ്ടാണ് പറ്റിയത്. അല്ലെന്നുണ്ടെങ്കിൽ നിലമ്പൂരിൽ ഇതായിരിക്കില്ല ഫലമെന്നും രമേശ് ചെന്നിത്തലയ്ക്കും കുഞ്ഞാലിക്കുട്ടിക്കുമൊക്കെ അറിയാം. ഏതായാലും VD സതീശൻ ഒന്ന് കരുതിയിരിക്കുക. രമേശ് ചെന്നിത്തല മുണ്ട് മടക്കി കൂത്തി അംഗത്തിന് ഇറങ്ങിയിരിക്കുകയാണ്.